ഹായ് ഫ്രണ്ട്സ്, താരൂസ് ആർട്ട് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യൂന്നിയുടെ ഗുണങ്ങളാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ തൊടിയിലും പാടത്തും ഈർപ്പമേറിയ സ്ഥലങ്ങളിലൊക്കെ സുലഭമായിട്ട് കണ്ടുവരുന്ന ഒരു സസ്യമാണ് കയ്യൂന്നി പറയുന്നതല്ലേ. അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ ജൈവഗുണത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മാറ്റവും കൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടിൽ നിന്നൊക്കെ ഈ ഒരു സസ്യം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, സാധാരണയായിട്ട് നമ്മൾ മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സസ്യം ഉപയോഗിച്ച് വരുന്നതല്ലേ. എല്ലാവർക്കും അതാണ് പെട്ടെന്ന് മൈൻഡിൽ വരിക, കയ്യൂന്നി മുടി എണ്ണ കാച്ചാൻ എന്നൊക്കെ അല്ലേ. അപ്പോൾ അത് മാത്രമല്ല, മറ്റു പല ഉപയോഗങ്ങളും ഈ ഒരു കയ്യൂന്നി പറയുന്ന സസ്യത്തിനുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്നത് മുടി വളർച്ചയ്ക്ക് വേണ്ടി എണ്ണ കാച്ചുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് കയ്യൂന്നി പറയുന്നത്. പിന്നെ വാതസംബന്ധമായിട്ടുള്ള സർവ്വ രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. ആയുർവേദത്തിൻ്റെ പല മരുന്നുകളിലും ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കയ്യൂന്നി നീര് രാവിലെ ഒരു സ്പൂൺ കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ നമുക്ക് മോണപ്പഴുപ്പ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ചവയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള ഒരിതാണ് മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോകുക എന്നുള്ളത്. അപ്പോൾ ഈ വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇലയ്ക്ക് സമൂലം അരച്ചിട്ട് നമ്മൾ ആ വട്ടത്തിൽ പോയ സ്ഥലത്ത് നമ്മൾ ഇടുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരിത് മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് തലവേദന, മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാകും, കാഴ്ചക്കുറവൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എള്ളെണ്ണയിൽ ഈ ഒരു കയ്യൂന്നി സമൂലം നമ്മൾ എടുത്ത് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് തലവേദനയ്ക്കും മൈഗ്രെയിനും കാഴ്ച കുറവിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ വിരശല്യത്തിന് നമ്മൾ ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ വയറിളക്കാറുണ്ടല്ലേ. അപ്പം ആവണക്കെണ്ണേൻ്റെ കൂടെ തന്നെ ഈ ഒരു ഇലയുടെ നീര് ചേർത്തിട്ട് നമ്മൾ കഴിച്ചാൽ വിരശല്യത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ കയ്യൂന്നി കഷായം വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെൻസസ് ആയിട്ടുള്ളവർക്കൊക്കെ ബ്ലഡ് ഒരുപാട് പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവർ ഈ ഒരു കഷായം വെച്ച് കഴിച്ചാൽ അതിന് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒന്നാണ് ലൈംഗിക ശക്തിക്കുറവ് കേട്ടോ. അപ്പോൾ ഈ കയ്യൂന്നിയുടെ വിത്ത് നമ്മൾ ഉണക്കി പൊടിച്ചിട്ട് കൽക്കണ്ടവും അതുപോലെ തന്നെ നെയ്യും ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ലൈംഗിക ശക്തി വർദ്ധിക്കും. അതുപോലെ തന്നെ ഇത് കഴിച്ച ഉടൻ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് നല്ല പശുവും പാല് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കുടിക്കുകയും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് സമൂലം നമ്മൾ പറിച്ചിട്ട് ഉണക്കി പൊടിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ കഞ്ഞിയിലാക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ കയ്യൂന്നിയുടെ ചാറിൽ ഭാവന ചെയ്തിട്ടുള്ള മട്ടൻ്റെ ലിവറൊക്കെ ഒരുപാട് ആൾക്കാർ കഴിക്കാറൊക്കെ ഉണ്ട്. അതും നല്ലതാണ്. ഈ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ കാഴ്ചക്കുറവിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ മുടീൻ്റെ ഇതാണ്. മുടിക്ക് നമ്മളിത് എണ്ണ കാച്ചി ഉപയോഗിക്കാം. അതായത് നമ്മുടെ താരം മാറാനും മുടി നീളം വയ്ക്കാനും മുടിക്കുള്ളുണ്ടാവാനും ശരി. പിന്നെ ഏറ്റവും കൂടുതൽ ഇതാണ് മുടീൻ്റെ നര മാറാൻ വേണ്ടിയിട്ട്, മുടിക്ക് കറുപ്പ് ഒരുപാട് ലഭിക്കാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ചെമ്പരത്തി കൊണ്ടൊക്കെ നമ്മൾ താളിയാക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു ഇലയും കൂടി അരച്ചിട്ട് നമ്മൾ താളിയാക്കിയിട്ട് തേക്കുകയാണെങ്കിൽ മുടിക്കൊക്കെ ഒരുപാട് ഗുണമുള്ള ഒന്നാണ് കേട്ടോ. അപ്പം എല്ലാവരും വംശനാശം നേരിടുന്ന ഒരു സസ്യമാണിത്. പറ്റുമെങ്കിൽ ഇതിൻ്റെ വിത്താണ് മുളയ്ക്കുക. അപ്പം ഒരു കറുത്ത വിത്തായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അതിൻ്റെ പൂവിന്ന് അത് വീണ് ചെടി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഇത് വീട്ടിൽ തന്നെ വളർത്താൻ ശ്രമിക്കുക. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ഇതിനെ സംരക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു രോഗം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്